ഹായ് ഓൾ, ഐ എം സുഫിയാൻ. ഇന്ന് നേരത്തെ എണീറ്റപ്പോൾ നല്ലൊരു പകലാണ്, മഴയും കാര്യമൊന്നുമില്ല. അപ്പോൾ പുറത്തൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അത് പോയി കഴിഞ്ഞാലേ നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കുമെന്ന് പറയാറുണ്ട്. അത് പെർഫ്യൂംസിൻ്റെ കാര്യത്തിൽ അക്ഷരം പ്രതി ശരിയാണ്. കാരണം അത് ഷെൽഫിലുണ്ടായിരുന്ന കാലത്ത് അതിൻ്റെ പ്രൈസ് 7,000 ആയിരുന്നെങ്കിൽ ഡിസ്കണ്ടിന്യൂ ആകുമ്പോൾ അത് വാങ്ങിക്കാൻ കുറേ ആൾ കൂടുകയും അതിൻ്റെ പ്രൈസ് 15,000 മാറുകയും ചെയ്യും. അർമാനിയുടെ അക്വാ ഡിജിയോ പെർഫ്യൂമോ ഒരു ഉദാഹരണം. അതുപോലെ ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെട്ട ഒരു പെർഫ്യൂമായിരുന്നു YSL ലാനോയി ദിലോം ബ്ലൂ ഇലക്ട്രിക്. ഇതിനെക്കുറിച്ച് നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ ക്ലോണായിട്ട് ലത്താഫ റിലീസ് ചെയ്തൊരു പെർഫ്യൂമായിരുന്നു അൽ നഷാമ കപ്രീസ്. നമുക്ക് ഇന്ന് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് സംസാരിക്കാം. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിവ്യൂ വിചാരിക്കുന്നില്ല, എന്നിരുന്നാലും സംസാരിക്കാം. സോ ലെറ്റ് us get to the review. വെൽക്കം ടു സൂഫി ഫ്രാഗ്രൻസ്. ഹായോ, അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മുടെ പെർഫ്യൂമിലേക്ക് വരുമ്പോൾ YSL ലാനോയി ദിലോം പേര് കേട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ ഭയങ്കര ശോകം പെർഫോമൻസ്, പിന്നെ ഒന്ന് അതിൻ്റെ ആ ഒരു സെക്സി സെഡക്റ്റീവ് DNA. അത് സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റ് പ്രൊഫൈൽ ആണെങ്കിൽ കൂടെ അതിനൊരു മിസ്റ്റീരിയസ് ക്യാരക്ടറും കൂടെ ഉണ്ട്. എന്നിരുന്നാലും ഈ ഒരു ശോകം പെർഫോമൻസ് കൊണ്ട് പൊതുവെ ആൾക്കാർ അതിനെ ഒഴിച്ചിട്ടാറാണ് പതിവ്. ഞാനും അതെ, ഞാൻ അതിനെ വാങ്ങിക്കാതിരുന്ന ആ ഒരു പെർഫ്യൂം വാങ്ങിക്കാതിരുന്ന ഈ ഒരു പെർഫോമൻസ് ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നായിരുന്നു എനിക്ക് ഈ ഒരു ബ്ലൂ ഇലക്ട്രിക്കിൻ്റെ സാമ്പിൾ കിട്ടിയത്. അവന് സ്പ്ലാഷ് എന്നൊരു ടെസ്റ്റർ വാങ്ങിച്ചായിരുന്നു. അതെന്നാണ് ഞാൻ കുറച്ച് ഡീക്കൻ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ മേലെ കൊടുക്കാം. ഇനി അൽ നഷാമ കപ്രീസ്, ഇത് പല പെർഫ്യൂമുകളും നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂ ആയിട്ടുള്ള സെൻറ്റുകൾ പലപ്പോഴും ക്ലോണുകളുടെ രൂപത്തിൽ വരാറുണ്ട്. അത് ദാർജ് വാലന്റിനോ വീയുടെ ഒരു ക്ലോണാണ്. അപ്പോൾ അത് നല്ലൊരു ക്ലോണാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സെൻറ്റും കൂടെയാണ്. ചിലർക്ക് പിടിക്കില്ല, എന്നിരുന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെറുതായിട്ടൊരു പാൻ്റെയൊക്കെ സ്മെല്ല് ഗുഡ്ക്കാന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള സ്മെല്ലുള്ളൊരു പെർഫ്യൂം കൂടാണ്. പക്ഷേ അൽ നഷാമ കപ്രീസിലേക്ക് വരുമ്പോൾ ഇത് ഈ ഒരു DNA വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, അതാദ്യം പറയാം. എന്നിരുന്നാലും ഇതൊരു 1-to-1 ക്ലോൺ അല്ല, ഡിഫറൻസസ് ഉണ്ട്. അതിൻ്റെ സെൻറ്റ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നത് എനിക്ക് സ്പ്രേ ചെയ്യാൻ ഇത്തിരി മടിയുണ്ട്, തീർന്നു എന്നുള്ളതുകൊണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കാടമം, ആ ഒരു സെഡക്റ്റീവ് കാടമം സ്മെല്ല്, ഈ ലാനോയി ദിലോം ബ്ലൂ ഇലക്ട്രിക്കിലോ അല്ലെങ്കിൽ ലാനോയി ദിലോമിലൊക്കെ കാണുന്ന കാടമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ ഇലക്ക നമ്മൾ കയ്യിലെടുത്ത് മണപ്പിക്കുമ്പോൾ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. ഇതിന് ആ ഒരു അഡിക്റ്റീവ് ക്വാളിറ്റിയാണ്, നമ്മളിങ്ങനെ വായിലിങ്ങനെ കടിക്കുക എന്ന് പറയുന്ന ഒരു ഫീലുണ്ട്. പക്ഷേ ഇത് മച്ച് ഫ്രഷറാണ്, ഒരു ജിഞ്ചറൊക്കെ ടോപ്പ് നോട്ട്സിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇത്തിരിയൂടെ ലൈറ്ററാണ്, കുറച്ചുകൂടെ ഫ്രഷറാണ്. അതേ സ്ഥാനത്ത് നമ്മുടെ അൽ നഷാമ കപ്രീസിൽ വരുന്ന കാടമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരിയൂടെ തിക്കാണ്. ഇതിൻ്റെ അത്ര തന്നെ എയറി സോഫ്റ്റ് ക്വാളിറ്റി അല്ല, പക്ഷേ കുറച്ചുകൂടെ കട്ട് ചെയ്തിട്ടുള്ള സെൻറ്റാണ്. പിന്നെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ആഡഡ് സ്പൈസിനെസ് ഉണ്ട്. നമ്മുടെ ക്ലോസിൻ്റെ ഒക്കെ പോലെയുള്ള ഒരു സ്മെല്ല് അതിൻ്റെ പിറകിലൂടെ കിടക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്പൈസിനെസ് ഇതിലൊരു ഡിഫറൻസ് ആയിട്ട് എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. എന്നിരുന്നാലും ഓപ്പണിങ് കഴിഞ്ഞ് കുറച്ചുകൂടെ വരുമ്പോഴേക്കും ഇതിലെ ആ ഒരു ലാവൻഡറൊക്കെ ഒരു സോപ്പി ക്ലീൻ ക്യാരക്ടർ കൊടുക്കുന്നുണ്ട് ലാനോയി ദിലോം ബ്ലൂ ഇലക്ട്രിക്കിന്. അതിലെ ലാവൻഡർ ചെറുതായിട്ടൊരു പൗഡറി ടച്ചും ആ ഒരു എഫക്റ്റും കൂടെ ഉള്ള സെൻറ്റാണ്. എന്നിരുന്നാലും ഇവിടെ അത് ആ ഒരു തിക്കർ സൈഡിലേക്കാണ് പോകുന്നത്. എന്നിരുന്നാലും രണ്ട് സൈഡിൽ നിങ്ങൾ എയറിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വളരെ ക്ലോസ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ സ്മെല്ല് ഇരിക്കുന്നത്. പക്ഷേ സൈഡ് ടു സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട്. ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോൾ സീഡറൊക്കെ പോലുള്ള ഒരു സോഫ്റ്റ് വുഡി ആംബറി സ്വീറ്റ്നസ് ഒക്കെ ഉള്ള സെൻറ്റ് പ്രൊഫൈലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ സ്ലൈറ്റ് ഡിഫറൻസസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും ഈ ഒരു പ്രൈസിന് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റ് പ്രൊഫൈലാണ്. ഈ ഒരു DNA ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നിങ്ങളത് ട്രൈ ചെയ്യുക. ഇതിൽ കാടമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സാധാ ഏലക്കായിട്ട് ഇത് മണപ്പിക്കും പോലെയല്ല, കുറച്ച് ഡിഫറൻസസ് ഉണ്ട് ഈ ഒരു ലാനോയി ദിലോം DNA. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സ്റ്റോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അത് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങളുടെ ടേസ്റ്റിന് ഉതകുന്നതാണെങ്കിൽ മാത്രം ഈ ഒരു പെർഫ്യൂം എടുക്കുക. ഭയങ്കരമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സെൻ്റ് അല്ല, ഒരു ഇൻറ്റിമേറ്റ് സെറ്റിങ്സിലേക്ക് നിങ്ങൾ ഡേറ്റിന് പോകുമ്പോൾ, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫീസിലൊക്കെ പോകുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സെൻറ്റ് പ്രൊഫൈലാണ്. ഇതിൻ്റെ ഒരു സെക്സി ക്യാരക്ടർ ഉണ്ടെങ്കിൽ കൂടെ ആ ഒരു സ്വീറ്റ് സെക്സി അല്ല. നിങ്ങൾ അർമാനിയുടെ സ്ട്രോങ്ങർ വിത്ത് യു ആ ഒരു DNA വരുന്ന സെൻറ്റുകൾ, ആ ഒരു സ്വീറ്റ് ബൂസി ക്യാരക്ടറുള്ള സെൻറ്റൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തരത്തിലുള്ള സെക്സിനെസ് അല്ല, പക്ഷേ ഇത് വേറൊരു തരം സാധനമാണ്. അപ്പോൾ ഈ ഒരു ഇൻറ്റിമേറ്റ് സെറ്റിങ്ങിലേക്കാണ് ഒന്നുകൂടെ സ്യൂട്ട് ആവുന്നത്. പെർഫോമൻസ് കാര്യം പറയുകയാണെങ്കിൽ ഒരു 10 to 12 സ്പ്രേസ് ഒക്കെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് 1 to 1.5 hours മോഡറേറ്റ് ആയിട്ടുള്ള പ്രൊജക്ഷൻ, ഭയങ്കര ലൗഡല്ല. എന്നാലും തുടക്കത്തിൽ റൂം ഫില്ല് ചെയ്യുന്നുണ്ട്, എന്നിരുന്നാലും പെട്ടെന്ന് തന്നെ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. ഭയങ്കര മൈൽഡായിട്ട് വളരെ ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്.
പിന്നെ ഒരു 5+ hours ഒക്കെ ഞാൻ കൂടുതലും ഇൻഡോർസാണ് യൂസ് ചെയ്യാറുള്ളത്. പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നിങ്ങൾ സമ്മറിൽ അടിച്ചാലും അങ്ങനെ ഗ്ലോയിങ് ആവുന്ന ഒരു സൺ പ്രൊഫൈലൊന്നുമല്ല. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ ഇൻഡോർസ് സെറ്റിങ്സിലേക്കാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5+ hours ക്ലോത്ത്സിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ പെർഫ്യൂം ആയിരിക്കില്ല അത്. എന്നിരുന്നാലും എല്ലാനും ഇതിലോ മോർ ബ്ലൂ ഇലക്ട്രിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ബ്യൂട്ടിഫുള്ളി പെർഫോം ചെയ്യുന്നുണ്ട്. പ്രൈസ് വരുന്നത് 100 ml അറൗണ്ട് 2400 രൂപ അങ്ങനെ എങ്ങാണ്ടായിരുന്നു. ഞാനിത് പെർഫ്യൂം നെറ്റ്വർക്ക് അങ്ങനെ എന്തോ ഒരു പെർഫ്യൂം പാലസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ എനിക്കുണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്തിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷമാണ്, അല്ല 2 ആഴ്ച ആവാൻ സമയത്താണ് അവർ ഷിപ്പ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് ഈ ഷിപ്പിങ്ങിന് കുറച്ച് ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് ഈ അടുത്തൊരു സുഹൃത്തും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞുണ്ടായി അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല. അപ്പം ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അവിടെ നിന്നാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ അത് നോക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു DNA ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂം തന്നെയാണ് അൽ നശാമ കപ്രീസ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ എന്തായാലും ഷെയർ ചെയ്യാം, ബാക്കിയുള്ളവർക്ക് കൂടെ ഉപകാരമാവും. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.